നമസ്കാരം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് കഴിഞ്ഞു. ഫിസിക്സിൽ +2 ഫിസിക്സിൽ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. നമുക്കറിയാം, നമ്മളെപ്പോഴും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് കറണ്ട് എന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ചാർജസ് അറ്റ് റെസ്റ്റ് അല്ലേ, അതായത് മൂവ് ചെയ്യാത്ത ചാർജസിനെ കുറിച്ചാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂവ് ചെയ്യുന്ന ചാർജസിനെ കുറിച്ചാണ്. കറണ്ട് നമുക്കറിയാം, മൂവ് ചെയ്യുന്ന ചാർജാണ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. കറണ്ടിനോട് ബന്ധപ്പെട്ട് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള നിങ്ങൾക്കറിയുന്ന ചില കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ 2 മെറ്റീരിയൽസിൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട്, പേപ്പറും വയറും. ഈ 2 സാധനങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ചാൽ എന്താ മനസ്സിലാവുക? നമുക്ക് മനസ്സിലാവും, പേപ്പർ കറണ്ടിനെ പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, പേപ്പറിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല. അതേസമയം ഈ വയറ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് നമ്മൾ വയറിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വയറ് അല്ലെങ്കിൽ ഇതൊരു ഇങ്ങനെ കറണ്ടിനെ പാസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ നമ്മൾ എന്താ പറയുക? ജനറലായിട്ട് കണ്ടക്ടേഴ്സ് എന്ന് പറയും. കണ്ടക്ടേഴ്സ് ആർ മെറ്റീരിയൽസ് ത്രൂ വിച്ച് കറണ്ട് ക്യാൻ ബി പാസ്ഡ്. അപ്പോൾ ഇതൊരു കണ്ടക്ടർ ആണെന്ന് പറയാം. അതേസമയം ഈ പേപ്പർ എന്താണ്? ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ജനറലായിട്ട് കറണ്ട് പാസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 2 ആയിട്ട് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യാം, കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഈ ഒരു വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതിന് പുറത്തൊരു കോട്ടിംഗ് ഉണ്ട്. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിന് പുറത്തൊരു കോട്ടിംഗ് ഉണ്ട്. പിന്നെ ഉള്ളിൽ കോപ്പർ വയറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ഈ പുറത്തെ കോട്ടിങ്ങിന് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ഇൻസുലേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഈ പുറത്തുള്ള മെറ്റീരിയൽ ഇൻസുലേറ്ററാണ്, ഇത് കറണ്ട് പാസ് ചെയ്യുന്നില്ല. അതേസമയം ഈ ഉള്ളിലുള്ള കോപ്പർ വയറ് ഇത് കണ്ടക്ടറാണ്. അപ്പോൾ എന്താണ് കണ്ടക്ടറും ഇൻസുലേറ്ററും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. ഇനി എന്തുകൊണ്ടാണ് ഈ കോപ്പർ വയർ കണ്ടക്ടറായിട്ട് ബിഹേവ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇത് കറണ്ടിനെ പാസ് ചെയ്യുന്നത്? മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും നമ്മളതൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു ലെസണിൽ നമ്മൾ സോളിഡ് കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ സോളിഡ് കണ്ടക്ടേഴ്സാണ്. സോളിഡ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സോളിഡ് ആയിട്ടുള്ള കണ്ടക്ടേഴ്സ്. മറ്റ് ലിക്വിഡ്സ് ഉണ്ട്, ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, കണ്ടക്ടേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ സോളിഡ് കണ്ടക്ടേഴ്സ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്, കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കറണ്ട്? കറണ്ട് എന്താണെന്ന് പറയാം, ചാർജിൻ്റെ ഫ്ലോ ആണെന്ന് പറയാം. ഓക്കെ, ചാർജ് എന്താണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ലെസണിൽ നമ്മൾ ചാർജസ് അറ്റ് റെസ്റ്റ് പഠിച്ചതാണ്. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ മൂവിങ് ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുക? കറണ്ട് എന്ന് പറയാം. ഓക്കെ, മൂവിങ് ചാർജ് ഇസ് നോൺ ആസ് കറണ്ട്. അപ്പോൾ ഒരു കണ്ടക്റ്റിംഗ് വയർ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് എ കണ്ടക്റ്റിംഗ് വയർ, കോപ്പർ വയർ, ഇറ്റ്സ് എ കണ്ടക്റ്റിംഗ് വയർ. അപ്പോൾ ഈ കോപ്പർ വയറിൽ ഇത് കണ്ടക്ടർ എന്ന് പറയാൻ കാരണം എന്താ? നിങ്ങൾക്കറിയാം, ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് ഈ മെറ്റീരിയൽ, അതുകൊണ്ടാണ് ഇതിനെ കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് നോൺ ആസ് എ കണ്ടക്ടർ ബിക്കോസ് ദർ ആർ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ഒരു കോപ്പർ വയറിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, കണ്ടക്ടറാണ്. ഇപ്പോൾ ഈ കോപ്പർ വയർ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കറണ്ട് നമുക്ക് കിട്ടുമോ? ഇതിൽ കറണ്ട് ഉണ്ടാവുമോ? നമുക്കറിയാം, ഇതിൽ കറണ്ട് ഉണ്ടാവില്ല. എന്താ കറണ്ട് ഇല്ലാത്തതിന് കാരണം? ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, കോപ്പറാണ്, ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ധാരാളമായിട്ട് ഉണ്ടായിട്ടും കറണ്ട് എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? എങ്ങനെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? എന്തുകൊണ്ടാണ് ഒരു കണ്ടക്റ്റിംഗ് പീസ് ഓഫ് വയർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ദർ ഇസ് നോ കറണ്ട്? ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ ഇലക്ട്രോൺസ് ആർ ഇലക്ട്രോൺസ് വിച്ച് മൂവ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെയാണ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുക. അതായത് ന്യൂക്ലിയസിൽ നിന്നുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് മെറ്റീരിയലിൽ വിത്തിൻ ദ ലാറ്റസ്
ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിനെയാണ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിട്ടും ഈ മെറ്റീരിയലിൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ദർ ഇസ് നോ കറണ്ട്. അതിനുള്ള കാരണം എന്താണ്? ദീസ് ഇലക്ട്രോൺസ് ആർ മൂവിങ് റാൻഡംലി. അതായത് ഇലക്ട്രോൺസ് പല ഭാഗത്തേക്കും റാൻഡം ആയിട്ടാണ് മൂവ് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലല്ല മൂവ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര തന്നെ ഇലക്ട്രോൺസ് തിരിച്ചിങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ക്രോസ് സെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന നെറ്റ് ചാർജ് ഇസ് ഈക്വൽ ടു 0. സോ നെറ്റ് കറന്റ് or net charge passing through a particular cross section of the conductor is equal to 0. Cross section എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇപ്പോൾ ഇതൊരു സിലിണ്ടറിക്കൽ കേസായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ. അപ്പോൾ ഇങ്ങനെ ഒരു കോപ്പർ വയർ എടുത്തു കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്താൽ ഉണ്ടാവുന്ന ആ ക്രോസ് സെക്ഷൻ ഏരിയ. അപ്പോൾ അങ്ങനെ ഒരു പെർട്ടിക്കുലർ സെക്ഷനിലൂടെ ഒരു സെക്കൻഡിൽ പാസ് ചെയ്യുന്ന നെറ്റ് ചാർജ് 0 ആണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് പറയാം? ദർ ഇസ് നോ കറണ്ട്. Okay, so electrons are there are so many electrons, free electrons, they are moving, but they are moving randomly, random ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. So the amount of charge or the net charge passing through a particular section of the conductor is equal to 0. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? Current is equal to 0. There is no current passing through the conductor. So current can be written as charge flowing per second, Q by T. Q നമുക്കറിയാം ചാർജ് ആണ്, T time. So current is the net charge flowing through a particular section per second. അതായത് ഒരു സെക്കൻഡിൽ ഒരു പെർട്ടിക്കുലർ സെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന നെറ്റ് ചാർജിനാണ് കറണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ ഇഫ് യു കൺസിഡർ എ വെരി സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈം, ഒരു ചെറിയ ടൈം ഇൻ്റർവൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ I can also be defined as limit delta t tends to 0 delta q by delta t. ഈ രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. For time interval, then I equal to limit delta t tends to 0 delta q by delta t. Now കറണ്ടിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ്. യൂണിറ്റ് ഓഫ് കറണ്ട് ഇറ്റ് ഈസ് കൂളൂം പെർ സെക്കൻഡ്. കൂളൂം പെർ സെക്കൻഡ് ആണ് യൂണിറ്റ് ഓഫ് കറണ്ട്. ഇതിനാണ് നമ്മൾ ആംപിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നെയിംഡ് ആഫ്റ്റർ ദ സയൻറ്റിസ്റ്റ്. ആംപിയർ ഡിനോട്ടഡ് ബൈ A. This is the SI unit of current. നമ്മൾ AB എന്നുള്ളൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. AB ഇസ് എ കണ്ടക്ടർ, ഒരു സിലിണ്ടറിക്കൽ ഫോമിലുള്ള ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്തു. ഇറ്റ്സ് എ മെറ്റാലിക് വയർ എന്ന് വിചാരിക്കാം. ഇതിൽ നമുക്കറിയാം ദർ ആർ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസ് ഒക്കെ ദേ ആർ മൂവിങ് റാൻഡംലി, ദേ ആർ ഇൻ റാൻഡം മോഷൻ, പല രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഇലക്ട്രോൺസും. സോ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ദ നെറ്റ് കറണ്ട് പാസിംഗ് ത്രൂ ദി സെക്ഷൻ പാസിംഗ് ത്രൂ ദി വയർ ഇസ് ഈക്വൽ ടു 0. കാരണം കുറച്ച് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര തന്നെ ഇലക്ട്രോൺസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും മൂവ് ചെയ്യുന്നുണ്ടാവും. സോ നെറ്റ് ചാർജ് ക്രോസിംഗ് ദ സെക്ഷൻ പെർ സെക്കൻഡ് ഇസ് ഈക്വൽ ടു 0. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കറണ്ട് ഇൻ ദ കണ്ടക്ടർ ഇസ് ഈക്വൽ ടു 0. ഇനി സപ്പോസ് വി ആർ കൺസിഡറിങ് എ കേസ്. ഇവിടെ ഓൺ ദിസ് സൈഡ് വി ആർ ക്ലോസിംഗ് ദിസ് കണ്ടക്ടർ വിത്ത് എ ഡിസ്ക് വിത്ത് പോസിറ്റീവ് ചാർജ്. അതേപോലെ ഇവിടെ നമ്മളൊരു ഡിസ്ക് കൊണ്ട് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിക്കുക വിത്ത് നെഗറ്റീവ് ചാർജ്. ഓക്കെ, ഒരു സിറ്റുവേഷൻ നമ്മൾ അസ്യൂം ചെയ്യാം. ഈ സിലിണ്ടറിക്കൽ കണ്ടക്ടറിൻ്റെ ഒരു ഭാഗത്ത് പോസിറ്റീവ് ചാർജസ് ഉള്ള ഒരു ഡിസ്ക് കൊണ്ട് നമ്മൾ കവർ ചെയ്യുന്നു, മീൻസ് ഒരു എൻഡിൽ, മറ്റേ എൻഡിൽ നെഗറ്റീവ് ചാർജസ് ഉള്ള ഒരു ഡിസ്ക് കൊണ്ട് കവർ ചെയ്യുന്നു. ഇപ്പം എന്ത് സംഭവിക്കും? സി, ഇവിടെ പോസിറ്റീവ് ചാർജസ് ആണ് ഉള്ളത്. സോ ദ ഇലക്ട്രോൺസ് വിൽ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് ദിസ് പോസിറ്റീവ് ചാർജ്. all the electrons will be attracted towards the positive charge. അങ്ങനെ വരുമ്പോൾ all the electrons are moving in a single direction. So that constitutes a current. All the electrons will be attracted towards the positive charge. അപ്പോൾ എല്ലാ ഇലക്ട്രോൺസും ദാ ഈ ഡയറക്ഷനിൽ ഇങ്ങനെയാണ് മൂവ് ചെയ്യുക. Okay, all the electrons will move towards plus Q. So there is a net charge crossing the section at a particular instant of time. And that constitutes a current. അപ്പോൾ ഒരു കറണ്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാ ഇലക്ട്രോൺസും ഒരേ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യാൻ കാരണം എന്താ? ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചുകൊണ്ടാണ് എല്ലാ ഇലക്ട്രോൺസും ഇതേ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്തത്. അപ്പോൾ ഓൾ ഇലക്ട്രോൺസ് ആർ മൂവിങ് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ ദർ ഇസ് എ നെറ്റ് ചാർജ് അല്ലെങ്കിൽ ദർ ഇസ് എ കറന്റ് ഫ്ലോയിങ് ത്രൂ ദി കണ്ടക്ടർ.
പക്ഷേ എന്താണ് പ്രശ്നം? ഈ ഒരു കേസിൽ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഇതിൽ ഇതേപോലെയുള്ളൊരു കറണ്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, വളരെ കുറച്ച്, അതായത് ഈ ഇലക്ട്രോൺസ് ഒക്കെ ഇവിടേക്ക് എത്തുന്നത് വരെ മാത്രമേ ഈ വയറിലൂടെ ഒരു കറണ്ട് ഉണ്ടാവുള്ളൂ. ഇനി നമ്മളൊരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യണം. അതായത് AB എന്നുള്ള ഈ മെറ്റാലിക് വയർ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ സെൽ. ഓക്കെ, ഒരു സെൽ എന്താണെന്ന് നമുക്കറിയാം. ഈ ലോങ് ലൈൻ റെപ്രസെൻറ്റ്സ് ദ പോസിറ്റീവ് പോൾ ഓഫ് ദ സെൽ, ദിസ് സ്മോൾ ലൈൻ റെപ്രസെൻറ്റ്സ് ദ നെഗറ്റീവ് പോൾ. അപ്പോൾ AB എന്നുള്ള ഈ മെറ്റാലിക് കണ്ടക്ടർ നേരത്തെ നമ്മൾ പോസിറ്റീവ് ചാർജുള്ള ഒരു ഡിസ്കും നെഗറ്റീവ് ചാർജുള്ള ഒരു ഡിസ്കും രണ്ട് സൈഡിലായിട്ട് വെക്കുക ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് എല്ലാം പോസിറ്റീവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ ദർ ഇസ് നോ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? AB ഇസ് എ കണ്ടക്ടർ, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ സെൽ. ഒരു സെൽ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് യു ആർ അപ്ലൈയിങ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. സെല്ല് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ യു ആർ അപ്ലൈയിങ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഇൻറ്റൻസിറ്റി E ഉള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ആണ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഓൾ ദി ഇലക്ട്രോൺസ് ഇൻ ദിസ് മെറ്റാലിക് കണ്ടക്ടർ, നമുക്കറിയാം ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രോൺസും പോസിറ്റീവ് ചാർജസും എങ്ങനെയാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക? ഓൾ പോസിറ്റീവ് ചാർജസ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് QE in the direction of electric field. Positive charges experiences electric field or force in the direction of electric field, and negative charges experience force opposite to the direction of electric field. അപ്പോൾ നെഗറ്റീവ് ചാർജസിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു സെല്ല് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് യു ആർ അപ്ലൈങ് ആൻ ഇലക്ട്രിക് ഫീൽഡ്, ഓൾ ദി ഇലക്ട്രോൺസ് വിൽ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി സെൽ. Okay, so all the electrons in the conductor AB will be moving towards the positive terminal of this cell. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ കണ്ടക്ടറുള്ള ഇലക്ട്രോൺസ് ഇവിടേക്ക് എത്തി അത് നിന്ന് പോകുന്നുണ്ടോ? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല. എന്ത് സംഭവിക്കും? ഈ നെഗറ്റീവ് ടെർമിനൽ നിന്ന് ഇലക്ട്രോൺസ് വിൽ ബി കണ്ടിന്യൂസ്ലി ഫ്ലോയിങ്. Okay, so in this case there is a net charge flowing through a section of the conductor at a particular time. There is a net charge crossing the section. ഇതിലെ ഏത് സെക്ഷൻ എടുത്താലും ആ സെക്ഷനിൽ കൂടി ഒരു നെറ്റ് ചാർജ് ഫ്ലോ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ there is a current. അപ്പോൾ ഒരു മെറ്റാലിക് കണ്ടക്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു അതിൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലും ദർ ഇസ് നോ കറണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിലോ യു വിൽ ഗെറ്റ് കണ്ടിന്യൂസ് കറണ്ട് ഫ്ലോ ഇൻ ദ സർക്യൂട്ട്. അതായത് ഈ മെറ്റാലിക് കണ്ടക്ടറിൽ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബൈ കണക്റ്റിംഗ് എ സെൽ, യു ആർ കണക്റ്റിംഗ് എ സെൽ, ബൈ കണക്റ്റിംഗ് ദ സെൽ യു ആർ അപ്ലൈയിങ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് കൊണ്ട് ഓൾ ദ നെഗറ്റീവ് ചാർജസ് ഓർ ഓൾ ദി ഇലക്ട്രോൺസ് വിൽ മൂവ് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ. എല്ലാ ഇലക്ട്രോൺസും ഇപ്പം ഇങ്ങനെ മാത്രം മൂവ് ചെയ്യുക, ഈ ഒരു ഡയറക്ഷനിലാണ് എല്ലാ ഇലക്ട്രോൺസും മൂവ് ചെയ്യുക. അപ്പോൾ ഈ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് കണ്ടിന്യൂസ്ലി ടേക്ക് പ്ലേസ് ആൻഡ് ദർ ഇസ് കറണ്ട് ത്രൂ ദി വയർ എന്ന് പറയാം. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് ഇപ്പോൾ എങ്ങനെയാണ് നടക്കുക? B to A. ദി ഇലക്ട്രോൺസ് മൂവ് ഫ്രം B to A. അപ്പോൾ നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ പറയാം. കറണ്ട് ഫ്ലോസ് in the direction of flow of positive charges and opposite to the direction of flow of negative charges. Okay, the flow of current takes place in the direction of flow of positive charges and opposite to the direction of flow of negative charges. So current is said to flow in the direction of flow of positive charges and opposite to the direction of flow of negative charges. അതായത് പോസിറ്റീവ് ചാർജ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്തു എന്ന് പറയാം. അതേസമയം നെഗറ്റീവ് ചാർജസ് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ചാർജസ് മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷനായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ പക്ഷേ കറണ്ട് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. കറണ്ടിന് ഈ രീതിയിൽ ഡയറക്ഷൻ അസൈൻ ചെയ്യാനുള്ള കാരണം എന്താണ്? ബോത്ത് പോസിറ്റീവ് ചാർജസ് ആൻഡ് നെഗറ്റീവ് ചാർജസ് കോൺസ്റ്റിറ്റ്യൂട്ട് കറണ്ട്. പോസിറ്റീവ് ചാർജസും കറണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജസും കറണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ചാർജസും മൂവ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിൽ രണ്ട് ഡയറക്ഷനിലാണ്. പോസിറ്റീവ് ചാർജസ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും, പക്ഷേ നെഗറ്റീവ് ചാർജസ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ കറണ്ടിന് ഒരു ഡയറക്ഷൻ അസൈൻ ചെയ്യുന്നത്. അതായത്
പോസിറ്റീവ് ചാർജസ് ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുക അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും കറണ്ട്. അതേസമയം നെഗറ്റീവ് ചാർജസ് മൂവ് ചെയ്യുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റാണ്. അപ്പോൾ രണ്ട് കാര്യമാണ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത്. മെയിനായിട്ട് രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഇഫ് യു ആർ അപ്ലൈങ് എൻ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ടു എൻഡ്സ് ഓഫ് എ കണ്ടക്ടർ എ കറണ്ട് സ്റ്റാർട്ട്സ് ഫ്ലോയിങ്. ഒരു കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡ്സിൻ്റെ ഇടയിൽ ഇഫ് യു ആർ അപ്ലൈങ് ആൻ ഇലക്ട്രിക് ഫീൽഡ്, അതായത് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബൈ കണക്റ്റിംഗ് എ സെൽ, ഒരു സെല്ല് ഉപയോഗിച്ചുകൊണ്ട് ഒരു കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡ്സിനിടയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കറണ്ട് ഉണ്ടാവും. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് ചാർജസിൻ്റെ മൂവ്മെൻറ്റ് അതേ ഡയറക്ഷൻ ആയിരിക്കും. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് നെഗറ്റീവ് ചാർജസ്. പക്ഷേ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ എപ്പോഴും നെഗറ്റീവ് ചാർജസ് ആണ്. നെഗറ്റീവ് ചാർജസ് മീൻസ് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ആണ് കണ്ടക്ടേഴ്സിൽ കറണ്ട് ഉണ്ടാവാനുള്ള കാരണം. പോസിറ്റീവ് ചാർജസ് മറ്റ് കേസുകളിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ആവാം. പോസിറ്റീവ് ചാർജസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടും ഉണ്ടാവാം, നെഗറ്റീവ് ചാർജസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടും ഉണ്ടാവാം. പക്ഷേ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജസ് ആണ് കറണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് കണ്ടക്ടേഴ്സ് എന്താണെന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് കണ്ടക്ടേഴ്സ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ സാധാരണ ഒരു കണ്ടക്ടർ, ഒരു മെറ്റാലിക് വയർ എടുത്തു കഴിഞ്ഞാൽ അതിൽ കറണ്ട് ഉണ്ടാവുന്നില്ല, അതിനെന്താണ് കാരണം എന്ന് പറഞ്ഞു. ദെൻ അതിലെങ്ങനെ നമുക്ക് കറണ്ട്, ഒരു നെറ്റ് കറണ്ട് എങ്ങനെ ഉണ്ടാവാം, ദാറ്റ് ഇസ് ബൈ കണക്റ്റിംഗ് എ സെൽ ഓർ ബൈ അപ്ലൈങ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ദെൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് അസൈൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൽ ചെയ്യാനുള്ളത് ഓംസ് ലോ. എന്താണ് ഓംസ് ലോ? ജോർജ് സൈമൺ ഓം 1828 ഡിസ്കവർ ചെയ്ത ലോ ആണ്. ഇറ്റ് ഈസ് അബൌട്ട് ദ കറണ്ട് ഫ്ലോയിങ് ഇൻ എ കണ്ടക്ടർ. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് I is the current flowing through a conductor and if V is the potential difference between the ends of the conductor. കറണ്ട് എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നേരത്തെ പറഞ്ഞു AB എന്നുള്ള കണ്ടക്ടറിൽ രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയിൽ നമ്മളൊരു സെല്ല് കണക്ട് ചെയ്യാണ്. അപ്പോൾ സെല്ല് കണക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി യു ആർ അപ്ലൈയിങ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന ആ രണ്ട് പോയിൻറ്റ്സും തമ്മിലുള്ള പൊട്ടൻഷ്യലിലുള്ള വ്യത്യാസം. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ രണ്ടാമത്തെ ലെസണിൽ നിങ്ങൾ പഠിച്ചാണ്. ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവരാനുള്ള വർക്കിനാണ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. അപ്പോൾ എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ബി എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ വെള്ളം ഒഴുകുന്നത് എപ്പോഴും എങ്ങനെയാണ്? ഒരു ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കാണ്. അതേപോലെ തന്നെയാണ് ചാർജസും. ചാർജസ് മൂവ് ഫ്രം എ ഹയർ പൊട്ടൻഷ്യൽ ലെവൽ ടു എ ലോവർ പൊട്ടൻഷ്യൽ ലെവൽ. അപ്പോൾ വെള്ളം ഹൈ ലെവലിൽ നിന്ന് താഴേക്ക്, ഉയരത്തിൽ നിന്ന് താഴേക്ക് ഒഴുകുന്ന പോലെ ചാർജസ് ഫ്ലോ ഫ്രം ഹൈ പൊട്ടൻഷ്യൽ പോയിന്റ് ടു ലോ പൊട്ടൻഷ്യൽ പോയിന്റ്. ഹൈ പൊട്ടൻഷ്യൽ പോയിന്റിൽ നിന്ന് ലോ പൊട്ടൻഷ്യൽ പോയിന്റിലേക്കാണ് എപ്പോഴും ചാർജിൻ്റെ ഫ്ലോ ഉണ്ടാവുക. അപ്പോൾ വി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വി. അപ്പോൾ കറണ്ട് ഐ ആണെങ്കിൽ ഇഫ് വി ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ദെൻ വി പ്രൊപ്പോർഷണൽ ടു ഐ. അതായത് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു എൻഡ്സ് ഓഫ് എ കണ്ടക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ഐ ഫ്ലോയിങ് ത്രൂ ദി കണ്ടക്ടർ. ഇതിനാണ് ഓംസ് ലോ. ഈ ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓംസ് ലോ എന്നറിയപ്പെടുന്നത്. അപ്പോൾ വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ ഓർ വി ഈക്വൽ ടു ആർ ഇൻ ടു ഐ. ആർ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. ഇറ്റ് ഈസ് കോൾഡ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് മീൻസ് ദി ഒബ്സ്ട്രക്ഷൻ ടു ദ ഫ്ലോ ഓഫ് കറണ്ട്. അതായത് ഒരു കണ്ടക്ടറിലൂടെ ചാർജസ് മൂവ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന തടസ്സം, അതാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ദി ഒബ്സ്ട്രക്ഷൻ ഓഫേർഡ് ബൈ ദ കണ്ടക്ടർ ടു ദ ഫ്ലോ ഓഫ് കറണ്ട്. അപ്പോൾ കണ്ടക്ടറിലൂടെ ചാർജസ് ഫ്ലോ ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിൽ ഈ ചാർജസിന് അനുഭവപ്പെടുന്ന തടസ്സം, അതാണ് റെസിസ്റ്റൻസ്. അപ്പോൾ ആർ ഇസ് ഗിവൺ ബൈ വി ബൈ ഐ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇസ് ദ റേഷ്യോ ഓഫ് potential difference to the current flowing through the conductor. അപ്പോൾ V by I ആണ്
റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ദ SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഇസ് ഓം. അതിൻ്റെ സിമ്പിളാണ് നിങ്ങൾ കാണുന്നത്, ഓം എന്നുള്ളതിൻ്റെ സിമ്പിൾ. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പറഞ്ഞു, ഇറ്റ് ഇസ് ദി ഒബ്സ്ട്രക്ഷൻ ഓഫേർഡ്. അതായത് ഒരു മെറ്റീരിയലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചാർജസ് ഫ്ലോ ചെയ്യുമ്പോൾ ആ ചാർജസിനുണ്ടാവുന്ന തടസ്സം. നമുക്കറിയാം, ഇപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ, ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിൽ ഇലക്ട്രോൺസ് മാത്രമല്ല ഉള്ളത്. The conductor is made up of so many atoms or molecules. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഓൺ ദ വേ ദേ ഹാവ് ടു കൊളൈഡ് വിത്ത് അതർ മോളിക്യൂൾസ് ഓർ അതർ ആറ്റംസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് വരും. അപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. റെസിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദി ഒബ്സ്ട്രക്ഷൻ ഓഫേർഡ് ബൈ എ മെറ്റീരിയൽ ടു ദ ഫ്ലോ ഓഫ് കറണ്ട്. കറണ്ടിൻ്റെ ഒഴുക്കിന് ഉണ്ടാവുന്ന, മെറ്റീരിയൽ ഉണ്ടാവുന്ന തടസ്സത്തിനാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടു ദി കറണ്ട്. ഇനി ഈ ഓംസ് ലോ നമ്മളിപ്പോൾ പറഞ്ഞു V പ്രൊപ്പോർഷണൽ ടു I. ഇത് ശരിയാവുക, ദിസ് ഇസ് ട്രൂ വെൻ സം കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അതായത് ഇഫ് ദ ഫിസിക്കൽ കണ്ടീഷൻസ് ലൈക്ക് ടെമ്പറേച്ചർ, മെക്കാനിക്കൽ സ്ട്രെയിൻ എക്സെട്ര റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ദെൻ V പ്രൊപ്പോർഷണൽ ടു I. അതായത് എപ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസ് കറണ്ടിന് പ്രൊപ്പോർഷണൽ അല്ല. എപ്പോഴാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും പ്രൊപ്പോർഷണൽ ആവുക? V is proportional to I only if the physical conditions like temperature, mechanical strain etc. remain constant. Temperature, mechanical strain എന്നിവ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമാണ് V is proportional to I. അതാണ് ഓംസ് ലോ പറയുന്നത്. അപ്പോൾ ഇത് കണ്ടക്ടേഴ്സിൻ്റെ കേസിലാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ബേസിക് കാര്യങ്ങളാണ്. എന്താണ് കറണ്ട് എന്ന് പറഞ്ഞു, ദെൻ വാട്ട് ഈസ് എ കണ്ടക്ടർ, വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് കറണ്ട് ഇൻ എ കണ്ടക്ടർ, ദെൻ ഹൗ യു ഗെറ്റ് കറണ്ട് ത്രൂ എ കണ്ടക്ടർ, ദാറ്റ് ഈസ് ബൈ അപ്ലൈങ് ഇലക്ട്രിക് ഫീൽഡ്. പിന്നെ നമ്മൾ പറഞ്ഞത് കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു, ആംപിയർ ആണ് കറണ്ടിൻ്റെ SI യൂണിറ്റ്. ദെൻ ഓംസ് ലോ, ദാറ്റ് ഈസ് V പ്രൊപ്പോർഷണൽ ടു I. അവിടെ ഒരു പുതിയ ക്വാണ്ടിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇറ്റ് ഈസ് റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് ഓമാണ്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.